പ്രമേഹ രോഗികൾ മദ്യപിക്കാമോ? എപ്പോഴും എന്നോട് രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നമുക്ക് ഒരുപാട് പ്രമേഹ രോഗികളുണ്ട്. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് മദ്യപാനത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ഓണമാവട്ടെ, വിഷു ആകട്ടെ, ഏത് സെലിബ്രേഷൻ, ക്രിസ്മസ് ആവട്ടെ, ഏത് സെലിബ്രേഷൻ എടുത്താലും ആ സമയത്തൊക്കെ മലയാളികളുടെ ആൽക്കഹോൾ കൺസംഷൻ വളരെ കൂടുതലാണ്. അത് അർത്ഥമാക്കുന്നത് ഇതിന് അനുപാതികമായിട്ട് തന്നെ ഡയബറ്റിക് രോഗികളും പ്രമേഹ രോഗികളും വലിയൊരു പങ്ക് നമ്മൾ അറിയാതെ തന്നെ മദ്യപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒറ്റയടിക്ക് ചോദിച്ചാൽ WHO അഥവാ വേൾഡ് ഹെൽത്ത് അസോസിയേഷൻ പറയുന്നത് നമ്മളൊരു കാരണവശാലും മദ്യം ഒരു തുള്ളി പോലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ മുന്നിലുള്ള പ്രായോഗികത ഇതല്ല. പലപ്പോഴും പല പ്രമേഹ രോഗികളും ചെറിയ രീതിയിൽ മദ്യപിക്കാറുണ്ട്. അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം നമ്മൾ ഒരാഴ്ചയിൽ 3 പെഗിൽ താഴെയായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്കാണെങ്കിൽ 2 പെഗിന് താഴെയായിട്ടോ ആയിട്ട് മദ്യപിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഡയബറ്റിക് പേഷ്യൻസിന് പറയുന്നത്. ഏതൊക്കെ മദ്യങ്ങളാണ് സേഫ് ആയിട്ടുള്ളത്? അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു മിസ്കൺസെപ്ഷൻ ഉള്ള വൈനൊക്കെ കുറച്ച് സേഫറാണ്, കാർഡിയോവാസ്കുലർ പ്രൊട്ടക്റ്റീവ് ആണ്. അപ്പോൾ മെഡിറ്ററേനിയൻ ഡയറ്റിന്റെ ഭാഗമായിട്ട് വൈനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന പണ്ടത്തെ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ബിയർ കുടിക്കുമ്പോൾ അത്രത്തോളം പ്രയാസമില്ല, നമുക്ക് ഹോട്ട് ആയിട്ടുള്ള ആൽക്കഹോൾസ് ഒഴിവാക്കുന്നതാണ് നല്ലത്, ആ രീതിയിലൊക്കെ പറയാറുണ്ട്. നമ്മൾ കാണേണ്ടത് 2 കാര്യമാണ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് ഫെർമെന്റഡ് ഷുഗർ ആണ്. ഫെർമെന്റഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ അതിന് കാലറി ഉണ്ട്, ഫ്രീ കാലറി ഉണ്ട്, അതുപോലെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉണ്ട്. ഈ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫ്രീ കാലറി വളരെ കൂടുതലായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഹോട്ട് ബിവറേജസ് ആയ ഹോട്ട് മദ്യങ്ങളായിട്ടുള്ള റമ്മ്, വിസ്കി, വോഡ്ക മുതലായവ. അപ്പം അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 30 ml എടുക്കാണ്ട് 50 to 70 കിലോ കാലറി ഒക്കെ വരും. 70 കിലോ കാലറിയോളം നമുക്ക് അതിൽ എനർജി വരും, ഫ്രീ കാലറി ആയിട്ട് വരും. അത് വേറെ ഒരുപാട് അഡീഷണൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഇല്ല. അപ്പം 70 കിലോ കാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അരമണിക്കൂർ 20 മുതൽ 30 മിനിറ്റ് വരെ നടന്നാലേ അത്രയും കാലറി ബേൺ ചെയ്യുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം ഫ്രീ കാലറീസ് വർദ്ധിക്കാം. രണ്ടാമത്തെ സാധനം പറഞ്ഞാൽ നമുക്ക് വൈൻ സേഫറാണ് അല്ലെങ്കിൽ വീഞ്ഞ് സേഫറാണ്, ബിയർ സേഫറാണെന്ന് പറയുന്നൊരു നിലപാടും പല ആളുകൾക്കുണ്ട്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വീഞ്ഞിലേക്കോ അല്ലെങ്കിൽ വൈനിലേക്കോ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കാലറി വളരെ കൂടുതലാണ്. അതിൽ ഫ്രീ കാലറി ഉണ്ട്, അതോടൊപ്പം കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും ഉണ്ട്. വൈനിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു 30 to 40 ml ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് 400-500 കിലോ കാലറി ഒക്കെ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കയറും. ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, അല്ലെങ്കിൽ 2-2.5 മണിക്കൂർ, 2 മണിക്കൂർ വരെയൊക്കെ നടന്നാലേ പലപ്പോഴും നമുക്ക് അത്രയും കാലറി ബേൺ ചെയ്യാൻ പലർക്കും സാധിക്കും. അതുകൊണ്ടാണ് ബിയർ ബെല്ലി എന്നൊക്കെ പറയുന്നത്. അതായത് ബിയറൊക്കെ ഒരുപാട് കുടിക്കുന്ന ആളുകൾ പെട്ടെന്ന് തടി കൂടാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉള്ളത്. പല ആന്റി ഓക്സിഡൻസും വൈൻസിലുണ്ട്. ചില സമയത്തൊക്കെ കാർഡിയോ വാസ്കുലർ പ്രൊട്ടക്റ്റീവ് ആണ്. ജനറൽ അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു തുള്ളി പോലും എടുക്കാതിരിക്കുക. പക്ഷേ എടുക്കുന്നവരാണെങ്കിൽ പുരുഷന്മാരിൽ 3 പെഗിൽ താഴെയായിട്ടും സ്ത്രീകളിൽ 2 പെഗിൽ താഴെയായിട്ടും ഒരാഴ്ചയിൽ നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഹൈപ്പോഗ്ലൈസീമിയ റിസ്ക്കും മദ്യപിക്കുന്നവരിൽ കൂടാനായിട്ട് സാധ്യതയുണ്ട്. പലപ്പോഴും ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ചില സിംറ്റംസ് ഉണ്ട്, നെഞ്ചിടിപ്പ് കൂടുക, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ പലപ്പോഴും ഡിസപ്പിയർ ആയി നമ്മൾ അറിയാതിരിക്കാനുള്ള ചാൻസ് മദ്യപിക്കുന്നവരിലുണ്ട്. ഇക്കാര്യങ്ങളും പ്രത്യേകം ഓർക്കുക. താങ്ക് യു. Stay healthy. Follow for more.